ഈസി ഗുലാബ് ജാമുൻ വീട്ടിലുണ്ടാക്കിയാലോ? ഓടിപ്പോരെ പെട്ടെന്ന് പറഞ്ഞുതരാം. ഞാൻ അതിനൊരു 10 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൊടിക്കുക. പാല് ചേർത്ത് വേണമെങ്കിലും നമുക്ക് കുഴച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ചൂടുവെള്ളത്തിൽ കലക്കിയാണെങ്കിലും കുഴച്ചെടുക്കാം. ഞാൻ പാൽപ്പൊടിയാണ് യൂസ് ചെയ്തത്. നല്ല ചപ്പാത്തി പരുവത്തിൽ ഇത് കുഴച്ചെടുക്കണം. ഒരു കുറച്ച് ഓയിൽ പുരട്ടി ഒരു 5 മിനിറ്റ് നമ്മൾ എന്താണേലും ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ സമയം കൊണ്ട് 3 കപ്പ് വെള്ളവും തിളപ്പിച്ച് അതിലേക്ക് 2 കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വാനില എസൻസോ അല്ലെങ്കിൽ ഏലക്കയോ രണ്ടും ഒന്നിച്ച് വേണ്ട ഏതെങ്കിലും ഒരെണ്ണം മതി. ഞാൻ വാനില എസൻസ് എടുത്തു. അത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഈ മാവ് കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി ഓയിലിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്, അതും സൂക്ഷിച്ചോണം. അതിനുശേഷം ഈ ബോൾസ് ചൂടോടുകൂടി തന്നെ വേണം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാനിയിലിടാൻ. പാനിക്കായിരിക്കരുത് ചൂട്, ബോൾസിന് മാത്രമായിരിക്കണം ചൂട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തെ ആ ഗോൾഡൻ കളറിൽ കോട്ടിങ് പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് എല്ലാവരും ഒന്ന് പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഇത്രയല്ലേ ഉള്ളൂ കാര്യം.